അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഷക്ഷുക റെഡിയായി. നമ്മുടെ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് തരാം കേട്ടോ. ഹലോ ഗായ്സ്, ഇന്നത്തെ റെസിപ്പി വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നാൽ അത് ഹൈ പ്രോട്ടീനാണ്, കാർബ് കുറവാണ്, അതുപോലെ തന്നെ ഫൈബർ, വൈറ്റമിൻസ് എല്ലാം ഉണ്ട്, വൈറ്റമിൻ D3 ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഷക്ഷുകയാണ്. ഷക്ഷുക ആ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നവർ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. ഞാനിത് ഒരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഷക്ഷുക. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഷക്ഷുക ഉണ്ടാക്കാനായിട്ട് ആദ്യം 2 മുട്ടയാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു 3 മഷ്റൂം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു സവാള, പിന്നെ ഒരു പച്ചമുളക്, ബെൽ പെപ്പർ എടുത്തിട്ടുണ്ട്, റെഡ് കളറിലുള്ളത്. അത് ഇതിന് നല്ല വൈറ്റമിൻ സി റിച്ച് ആണ്. അതുപോലെ തന്നെ ബെൽ പെപ്പറുകളിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് റെഡാണ്. അപ്പോൾ ഞാൻ അതിവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് എടുത്തു. അപ്പോൾ പിന്നെ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും. അപ്പോൾ അത്രയും സാധനങ്ങൾ ആദ്യം അരിഞ്ഞെടുക്കണം. റെഡ് ക്യാപ്സിക്കം, തക്കാളി, സവാള, മഷ്റൂം 2 എണ്ണം, 2 മുട്ട, കുറച്ച് മല്ലിയില, കുറച്ച് ജിഞ്ചറും ഗാർലിക്കും. ഇത്രയും സാധനങ്ങളാണ്. ഇത് ഞാനെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ തൂക്കുക. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത് ഇട്ട് കൊടുക്കുന്നു. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വാടിയതിന് ശേഷം നമ്മുടെ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഒന്ന് വാടിയതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ നമ്മുടെ മഷ്റൂമാണ് ഇട്ട് കൊടുക്കുന്നത്. മഷ്റൂം ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും, മഷ്റൂം ഇടുമ്പോൾ അടച്ചു വെക്കരുത്. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ആ റെസിപ്പിയിലേക്ക് കൂടുതൽ വെള്ളമയം വരും. അതുകൊണ്ട് മഷ്റൂം തുറന്ന് വെക്കുക. എന്നിട്ടൊന്ന് ഇളക്കി മഷ്റൂം ഒന്ന് വാടി കഴിയുമ്പം നമുക്ക് നമ്മുടെ ബെൽ പെപ്പർ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂമാണ്. മഷ്റൂം ഇട്ട് ഒന്ന് വാടി കഴിയുമ്പം ബെൽ പെപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം ഒന്ന് വാടി. ഇനി ഇതേ ബെൽ പെപ്പർ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് വാടണം. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ആയിക്കോളും. മഷ്റൂമൊന്നും അടച്ചു വെക്കരുത്, അത് വെള്ളം ഇറങ്ങും ഒത്തിരി. തുറന്ന് വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ മഷ്റൂം ഷക്ഷുകയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബെൽ പെപ്പർ എല്ലാം വാടി. ഇനി ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ 2 ഹോൾ ഉണ്ടാക്കി കൊടുക്കുവാണ്. ഈ ഹോളിൻ്റെ അകത്തേക്കാണ് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുന്നത്. ആക്ച്വലി ഇത് കാണുമ്പോൾ ഒരു മുഖം പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ 2 ഹോളിൽ നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ എഗ്ഗ്. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. വീണ്ടും അടുത്തത്.
അപ്പോൾ നമ്മൾ മുട്ട ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ഇങ്ങനെ സ്ലോ കുക്കിങ്, തീ കുറച്ചിടുക. തീ കുറച്ചിട്ട് അതൊന്ന് വെന്ത് വരണം. അപ്പോൾ ഞാൻ ഇത് തുറന്ന് കാണിക്കാം. നമ്മുടെ ഷക്ഷുക വെന്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയില, കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും, എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് തരാം കേട്ടോ. അപ്പം കമൻ്റൊക്കെ ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, നിങ്ങളുടെ കമൻറ്റ് വായിക്കാനായിട്ടൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഷക്ഷുക? ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കട്ടെ. ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊറിയാൻഡർ ലീവ്സൊക്കെ അതിലേക്ക് സെറ്റിലാവും. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് മഷ്റൂമാണ്. മഷ്റൂമിനകത്ത് പ്രോട്ടീനുണ്ട്, വൈറ്റമിൻ D3 ഉണ്ട്, അതുപോലെ 2 എഗ്ഗുണ്ട്. പ്രോട്ടീൻ നന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിക്കാം. ഫൈബറിനായിട്ട് ബെൽ പെപ്പർ ഉണ്ട്, വൈറ്റമിൻ C ഉള്ളതാണ് ബെൽ പെപ്പറിൽ. പിന്നെ മൊത്തത്തിൽ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ അത് ഞാൻ തുറന്ന് കാണിക്കാം. കണ്ടോ, അടിപൊളിയല്ലേ? ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഫോർ വെയിറ്റ് ലോസുമാണിത്. പ്രോട്ടീൻ കൂടുതലുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ കാർബ് കുറവുമാണ്. അതുകൊണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ ഇതൊരു പ്ലേറ്റിലായിട്ട് മാറ്റും. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഷക്ഷുക റെഡിയായി. അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന അടിപൊളി റെസിപ്പി ഷക്ഷുക. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ ഷക്ഷുക? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു കമൻ്റൊക്കെ ഇടണേ. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി അല്ലേ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്ന് പരീക്ഷിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.